ഇപ്പം നമ്മൾ അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള വാട്ടർ ഫ്രണ്ടേജിലാണ്. അവിടെ ഈ കാണുന്നത് പോലെ തന്നെ അമ്പലത്തിലേക്ക് കയറുന്ന അടുത്ത് നല്ലൊരു മനോഹരമായൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിനകത്ത് ആ വെള്ളത്തിൽ ചവിട്ടിയേ നമുക്ക് അമ്പലത്തിനകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് ഈ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് വലിയവരും പിള്ളേരും എല്ലാവരും നല്ലൊരു രസമാണത് കാണാൻ വേണ്ടി. വളരെ മനോഹരമായ രീതിയിലാണ് ആ വെള്ളച്ചാട്ടം പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ദൂരദേശങ്ങളിൽ നിന്ന് വരെയും ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൽ കയറിയത് കണ്ട ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണ്. ദൂരം ആൾക്കാരാണെന്ന് ആ വെള്ളത്തിലിറങ്ങി കുട്ടികളും വലിയവരും എല്ലാവരും കൂടിയാണ് അതിനകത്ത് ഇറങ്ങി കുളിക്കുന്നത്. കുളിക്കാനും നീന്തി നടക്കാനുമൊക്കെ ഒരുപാട് നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. കണ്ടില്ലേ? ഇതുപോലെയാണ് അത്. നല്ല ആ വെള്ളം വന്ന് പതിക്കുന്ന സ്ഥലമാണിത്. വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ നിൽക്കാൻ പറ്റും അവിടെ എല്ലാവർക്കും. പിന്നെ ഈ പാറയിൽ ചില സ്ഥലത്ത് ചെറിയൊരു വഴുക്കൽ പോലെ കാണിക്കുന്നുണ്ട്. എന്നാലും അത് നമുക്ക് അപകടകരമായ രീതിയിലുള്ളതൊന്നുമല്ല അത്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ അവിടെ റബ്ബറിൻ്റെ തോട്ടമുണ്ട്. ആ തോട്ടത്തിനകത്തൊക്കെ നിന്ന് എല്ലാവരും ഇങ്ങനെ ഇതെല്ലാം നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുവാണ്. ഒരുപാട് ഭക്തജനങ്ങൾ ദൂരദേശങ്ങളിൽ നിന്ന് വരെയും വരുന്നുണ്ട് ഇങ്ങോട്ട്. ഇതിപ്പോൾ കണ്ട പിള്ളേരെല്ലാവരും ഓടി നടന്ന് അതിനകത്ത് കുളിക്കാനൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഇതിപ്പോൾ ആദിയും മാധവനൊക്കെ അതിനകത്ത് ഇറങ്ങി കുളിക്കുന്നുണ്ട്. പിള്ളേർക്ക് ഭയങ്കര ഒരു സന്തോഷമാണത് കാണുമ്പോൾ തന്നെ. മാധവൻ അമ്മയുടെ കയ്യിൽ പിടിച്ച് നടന്നു വരികയാണത്. നമുക്ക് പിള്ളേർ ഒറ്റയ്ക്ക് പോരാൻ പറ്റത്തില്ല. ഈ ചെറിയൊരു വഴുക്കലുള്ളത് കൊണ്ട് അവർ വീഴാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് എല്ലായിടത്തും ഇല്ല, ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. മാധവൻ അവിടെ ആ സൈഡിലിരിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും ഒരു ഒഴുക്ക് വരുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കാലുറച്ച് ചവിട്ടിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ താഴെ പോകും. എന്നാലും അത് വലിയ ഇതില്ല. എല്ലാവരും ഇറങ്ങി നടക്കുന്നുണ്ട് അതിനകത്ത് വഴി. വലിയവരും പിള്ളേരും എല്ലാവരും ഉണ്ട്. നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. നല്ല തെളിഞ്ഞ വെള്ളം. പാറയിൽ നിന്ന് ഒഴുകി വരുന്നതുകൊണ്ട് നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ട് വെള്ളത്തിന്. അവിടെ അഴുക്ക മാലിന്യങ്ങളോ ഒന്നുമില്ല അവിടെ. പിള്ളേർക്ക് ഇരുന്ന് കളിക്കാനും ഒക്കെ നല്ല സൗകര്യമുണ്ട്. കണ്ട അവളിരുന്ന് കളിക്കുന്ന കണ്ട. അവൾക്ക് ഒരു കുഴപ്പമില്ല. അവൾ നടന്നു കണ്ടത് അവളങ്ങനെ നടന്ന് പോവുകയാണ്. അതങ്ങനെ മാധവൻ ഇരിക്കുവാണെന്ന് മാത്രമേ ഉള്ളൂ. പ്രകൃതി ഒരുക്കുന്ന വരദാനമാണ് ഇങ്ങനെയുള്ളതൊക്കെ. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. മഴ കൂടി പെയ്യുന്നുള്ളത് കൊണ്ട് നല്ല വെള്ളമുണ്ട് ഇതിനകത്തേക്ക് ഇപ്പം. അല്ലെങ്കിൽ ഇത്രയും വെള്ളം കാണത്തില്ല. എന്നാലും അത്യാവശ്യം വെള്ളമുണ്ട്. ഇതിപ്പോൾ നല്ല വെള്ളമാണ്. നല്ല കുത്തൊഴുക്കായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. എല്ലാവർക്കും ഇറങ്ങാം. അപകടം ഒന്നും ഉണ്ടാവില്ല. അത് നമുക്ക് നടന്നു പോകാന്നുള്ള ഇതേ ഉള്ളത്. കണ്ണീര് പോലത്തെ വെള്ളമാണത്. ആ ഇതിലേ കൂടി കയറി വേണം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി. ഡ്രസ്സുമായിട്ട് പോകണമെന്ന് മാത്രമല്ല, നമുക്കവിടെ കുളിച്ച് അവിടെ നടക്കാം. ഒരു നല്ല രസം. അങ്ങനെ അധികം വെയിലും ഒന്നും വരത്തില്ല. നല്ല തണലൊക്കെ ഉണ്ട്. നല്ല രസമാണത്. അവിടെ ചെല്ലണം. ആ ഭാഗത്ത് എന്നെങ്കിൽ മാത്രമേ നമുക്കതിനെപ്പറ്റി അറിയാൻ പറ്റത്തുള്ളൂ. സമയം കിട്ടുന്ന പോലെ എല്ലാവരും കുടുംബസമേതം ആ അമ്പലത്തിൽ ദർശനം നടത്തണം. എന്നിട്ട് ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ കണ്ട് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് നമുക്കൊരു ഇതായിട്ട് പോകാം അവിടുന്ന്. ഇവിടുന്ന് ആ ഒഴുകി വന്ന് താഴ്ചയിലേക്ക് പതിക്കുന്നുണ്ട്. അവിടെ നമുക്ക് നടന്നു പോകാവുന്ന അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ഒഴുക്ക, നല്ല കണ്ണീര് പോലത്തെ വെള്ളം. എല്ലാവരും ഇവിടെ നോക്കി നിൽക്കുകയാണ്. കുറച്ച് പേര് അതിലെ കൂടി ഇറങ്ങുന്നുണ്ട്. വേറെ ഒരു കുഴപ്പവുമില്ല.
സുരക്ഷിതമായിട്ട് നമുക്ക് ഇറങ്ങാം. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇറങ്ങി അവിടെ കുളിക്കാം. അമ്പലത്തിൻ്റെ അടുത്ത് വന്നാൽ നമുക്കിത് വൈകുന്നേരം വരെ അവിടെ തന്നെ നിൽക്കാൻ തോന്നും. കുട്ടികളാണെങ്കിലും ആരും കയറിപ്പോരുമില്ല. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ നിൽക്കാൻ തോന്നും നമുക്കവിടെ. ഇതിൽ അത് ഭക്തജനങ്ങൾ അമ്പലത്തിലേക്ക് കയറുന്ന ഇതാണ് അമ്പലം. ഈ മതിൽക്കെട്ടിനപ്പുറത്താണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്.